കേരളത്തിലുടനീളമുള്ള 140 നിയമസഭാ മണ്ഡലങ്ങൾ എടുത്തു നോക്കുമ്പോഴത്തേക്കും അതിൽ ഏറ്റവും വലിയ തോതിൽ ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന, അതായത് വിജയിക്കുന്നത് ആരായാൽ തന്നെയും വളരെ കുറഞ്ഞ ചുരുങ്ങിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന ഒരു സ്ഥലമാണ് മഞ്ചേശ്വരം എന്ന് പറയുന്നത്. ഈ മഞ്ചേശ്വരത്ത് 2026 എന്താണ് സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ, അട്ടിമറികൾ? തീർച്ചയായിട്ടും അവിടെ IUML അതോടൊപ്പം തന്നെ BJP ഈ രണ്ട് പാർട്ടികളും തന്നെയാണ് നേർക്കുനേർ പോരാട്ടം എന്ന് പറയുന്നത്. അവിടെ ഇടതുപക്ഷം 3-ാം സ്ഥാനത്താണ് നിൽക്കുന്നതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയും അവിടെ തീർച്ചയായിട്ടും വിജയിക്കുന്നത് വളരെ കഠിനമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഏത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. അത്രയ്ക്കും വളരെ ചുരുങ്ങിയ വോട്ടുകൾക്ക് വിജയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മണ്ഡലമാണ് ഈ പറയുന്ന മഞ്ചേശ്വരം. BJPയെ സംബന്ധിച്ചിടത്തോളം ആയാലും BJPക്ക് വളരെ ചുരുങ്ങിയ വോട്ടുകൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സ്ഥലമാണ് മഞ്ചേശ്വരം എന്ന് പറയുന്നത്, ഇതുവരെയുള്ള കണക്കുകൾ നോക്കുമ്പോഴത്തേക്കും. അതോടൊപ്പം തന്നെ അവിടുത്തെ ഒരു ചായ്വ് ഇത്തവണ ഏത് തരത്തിലോട്ടായിരിക്കും? അത് BJPയിലേക്കാണോ, അതല്ല ഈ പറയുന്ന രീതിയിൽ കോൺഗ്രസ് IUMLലേക്കാണോ? ഇടതുപക്ഷത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അട്ടിമറി ഇത്തവണ അവിടെ നടത്താൻ സാധിക്കുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നിലനിൽക്കുന്നു. തീർച്ചയായിട്ടും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിരിക്കുന്ന അന്തിമ സർവേ റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും ഈ പറയുന്ന മഞ്ചേശ്വരം, അത് ദേശീയ തലത്തിൽ നിന്ന് തന്നെ സർവേ റിസൾട്ടുകൾ, വോട്ടർ സർവേ റിസൾട്ടുകളൊക്കെ തന്നെ നോക്കുമ്പോഴത്തേക്കും, രാഷ്ട്രീയ കണക്കുകൾ നോക്കുമ്പോഴത്തേക്കും, ഇതുവരെയുള്ള, അതായത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേയും തെരഞ്ഞെടുപ്പിന് ശേഷവും വന്നിരിക്കുന്ന അന്തിമ സർവേ റിസൾട്ടുകൾ നോക്കുമ്പോഴത്തേക്കും മഞ്ചേശ്വരം പോലുള്ളൊരു സ്ഥലത്ത് തീർച്ചയായിട്ടും ഇത്തവണ അട്ടിമറി നടക്കാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതും ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും, വളരെ ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും, പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറുമെന്ന് തന്നെയാണ് സർവേ റിസൾട്ട് വ്യക്തമാക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും ഏത് രീതിയിലേക്കും മാറി മറിയാമെന്ന് തന്നെയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. ഇവിടെ നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു വിജയ ശതമാന കണക്ക് നോക്കുമ്പോഴത്തേക്കും, വിജയ സാധ്യത കണക്ക് നോക്കുമ്പോഴത്തേക്കും, നിലവിലത്തെ സാഹചര്യത്തിൽ വന്നിരിക്കുന്ന റിസൾട്ട് അനുസരിച്ചാണെങ്കിൽ അവിടെ BJPക്ക് 36% വിജയ സാധ്യത കണക്ക് വന്നിരിക്കുന്നു പുറത്ത്. ഇനി ഈ പറയുന്ന IUML കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 35%, ഇനി ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം 29%. അതായത് ഒരു ത്രികോണ പോരാട്ടം, ഒരു കടുത്ത ത്രികോണ പോരാട്ടമാണ് മഞ്ചേശ്വരത്ത് നടക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതിൽ ഈ പറയുന്ന തോതിൽ BJP IUML കോൺഗ്രസ് തമ്മിലുള്ള ഒരു കടുകട്ടി പോരാട്ടമായി മാറുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടത് അനിവാര്യം തന്നെയാണ്. അതായത് വളരെ ചുരുങ്ങിയ വോട്ടുകളുടെ ഡിഫറൻസിലായിരിക്കും അവിടെ ആരായാലും വിജയിക്കുക എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. അതും പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതും വളരെ ചുരുങ്ങിയ നേരിയ തോതിലുള്ളൊരു വർധനവാണ് അവിടെ BJPക്ക് നിലവിൽ കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത്. 1%, അതായത് 36% BJP, 35% അവിടെ കോൺഗ്രസ് IUML, അവിടെ 29% ഇടതുപക്ഷം. അപ്പോൾ തീർച്ചയായിട്ടും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തവണയും 3-ാം സ്ഥാനം തന്നെയായിരിക്കുമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. എന്തായാലും മഞ്ചേശ്വരം പോലുള്ളൊരു സ്ഥലം നേടിയെടുക്കുക എന്നുള്ളതും അതോടൊപ്പം തന്നെ അത് നിലനിർത്തുക എന്നുള്ളതും BJP സംബന്ധിച്ചിടത്തോളവും അതോടൊപ്പം തന്നെ IUML കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും നിലവിലത്തെ സാഹചര്യത്തിൽ വളരെയേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. സർവേ റിസൾട്ടുകൾ സൂചിപ്പിക്കുന്ന പ്രകാരമാണെങ്കിൽ നേരിയ തോതിലുള്ളൊരു മുൻതൂക്കം BJPക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. തൊട്ടു പിന്നിൽ നിൽക്കുന്നത് IUML കോൺഗ്രസ് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. 3-ാം സ്ഥാനത്ത് കുറച്ച് പിന്നിലായി തന്നെയാണ് ഇടതുപക്ഷം നിൽക്കുന്നത് എന്നുള്ളതും എടുത്തു കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഭൂരിപക്ഷം നന്നേ കുറയുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് വിജയിക്കുന്നത് ആരായാൽ തന്നെയും ഇടതുപക്ഷ വോട്ടുകളിൽ ഒരു ഇടിവ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്നും കണക്കാക്കപ്പെടുന്നു. ആ വോട്ടുകൾ ഏത് പാർട്ടിയിലേക്ക് പോകുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമെന്ന് പറയുന്നത്. അത് ഈ പറയുന്ന തോതിൽ IUMLലേക്ക് പോകുമോ, അതല്ല ഈ പറയുന്ന തോതിൽ BJPയിലേക്ക് ആ വോട്ടുകൾ എത്തുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടത് അനിവാര്യം തന്നെയാണ്. എന്തായാലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന മഞ്ചേശ്വരം പോലുള്ളൊരു മണ്ഡലം വളരെയേറെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. എന്ത് വില കൊടുത്തും ആ മണ്ഡലം പിടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് BJPയുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ എന്ത് വില കൊടുത്തും ആ മണ്ഡലം നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ് അവിടെ UDFൻ്റെയും IUMLൻ്റെയും ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. ഇതിനിടയിൽ ഇടതുപക്ഷത്തിന് എന്ത് തരത്തിലുള്ള മാറ്റം കൊണ്ടുവരാൻ അവിടെ സാധിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും സർവേ റിസൾട്ടുകളെ വെല്ലുന്ന തരത്തിലുള്ള ഒരു അട്ടിമറി അവിടെ IUMLനോ അല്ലെങ്കിൽ ഈ പറയുന്ന തോതിൽ ഇടതുപക്ഷത്തിനോ സാധ്യമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ, അതല്ല BJP ആ സീറ്റ്
നേടിയെടുക്കുന്ന തരത്തിലോട്ട്, നേരിയ തോതിലെങ്കിലും ഒരു വിജയം നേടിയെടുക്കുന്ന തരത്തിലോട്ട് അവിടെ കാര്യങ്ങൾ എത്തിക്കുമോ എന്നുള്ളതും കണ്ടറിയേണ്ടത് അനിവാര്യം തന്നെയാണ്. എന്തായാലും മഞ്ചേശ്വരത്ത് 2026 തെരഞ്ഞെടുപ്പിൽ വളരെ വലിയ തോതിലുള്ള ട്വിസ്റ്റുകൾ സംഭവിക്കുമെന്നുള്ളത് സർവേ റിസൾട്ട് വ്യക്തമാക്കുന്നു. ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കുമെന്നുള്ളതും പ്രവചനാതീതമായി കാര്യങ്ങൾ മാറി മറിയാമെന്നുള്ളതും അതോടൊപ്പം തന്നെ അന്തിമഘട്ടം വരെ, അതായത് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോഴത്തേക്കും അതിൻ്റെ അന്തിമഘട്ടം വരെയും കാത്തിരുന്ന് കാണേണ്ടതും അതോടൊപ്പം തന്നെ എന്താണ് സംഭവിക്കുക എന്നുള്ളതും കണ്ടറിയേണ്ടത് അനിവാര്യം തന്നെയാണ്. അതായത് റിസൾട്ട് വന്ന് ഉടൻ തന്നെ ഏത് പാർട്ടി വിജയിക്കുമെന്ന് അറിയാൻ സാധിക്കുന്ന ഒരു മണ്ഡലമല്ല. അത്രയ്ക്കും ടൈറ്റ് ഫൈറ്റായിട്ടായിരിക്കും വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയുന്നത്. അതുകൊണ്ട് തന്നെയും കാത്തിരിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. അന്തിമഘട്ടം വരെയും ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും. അതിൽ സർവേ റിസൾട്ട് പ്രകാരം നിലവിൽ ഒരു പടി മുന്നിൽ BJPക്ക് നേരിയ തോതിലുള്ള 1% വർധനവ് കൊടുത്തിരിക്കുന്നു. തൊട്ടുപിന്നിൽ IUML നിൽക്കുന്നു. അതിൻ്റേതും തൊട്ടുപിന്നിൽ 29%വുമായിട്ട് ഇടതുപക്ഷം നിൽക്കുന്നു. അപ്പോൾ 36%വുമായി BJP, 35%വുമായി IUML കോൺഗ്രസ്, 29%വുമായി ഇടതുപക്ഷം. ഇതിൽ എന്തട്ടിമറിയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? യഥാർത്ഥ ജനവിധി എന്താവും? ജനങ്ങൾ എന്താണ് ചിന്തിച്ചിരിക്കുന്നത്? ജനങ്ങളുടെ വിധി എന്തായിരിക്കും എന്നുള്ളത് 4-ാം തീയതി കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്.